ലിസ്റ്റാ മാഡം. ഇലക്ട്രിക് മുഹമ്മദ് എന്ന് വിളിക്കുന്ന ഹംസ മുഹമ്മദ്. നമസ്കാരം മാഡം. തോരപ്പൻ ബാസ്റ്റൻ എന്ന് വിളിക്കുന്ന സെബാസ്റ്റ്യൻ. നമസ്കാരം മാഡം. ടൈഗർ എന്ന് വിളിക്കുന്ന ശ്രീനിവാസൻ. നമസ്കാരം മാഡം. എന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല മാഡം. കോയ. നമസ്കാരം. കരുമാടി. നമസ്കാരം. രവി. നമസ്കാരം മാഡം. മിന്നൽ എന്ന് വിളിക്കുന്ന വാസു. ഞാൻ ആരാന്നറിയോ? എന്റെ ചേട്ടൻ ആരാന്നറിയോ? രാഷ്ട്രീയത്തിന്റെ നെടുചൂടാ മന്നനാ. വരുന്ന ഇലക്ഷനിൽ ഞാൻ കൗൺസിലറാ. ഒരുപാട് തുള്ളിയാലുണ്ടല്ലോ, നിന്നെ നശിപ്പിക്കും ഞാൻ. ഞാൻ കൈക്കൂലി മേടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന പോലീസുകാരിയെന്ന് കരുതിയോ? നിന്റെ തോന്നിവാസൊക്കെ കാണാതിരിക്കാൻ ഞാൻ നിന്റെ അടിമയാന്ന് കരുതിയോ? നീ കൈക്കൂലി കൊടുത്ത് പേടിപ്പിച്ച് വെച്ച പോലീസുകാര് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാനുള്ള കുപ്പായമാര്. നീ ആർക്ക് വേണമെങ്കിലും അനിയനോ ചേട്ടനായിക്കോ, പക്ഷെ എന്റെ മുന്നിൽ നീ വെറും ഒരു ക്രിമിനൽ, പക്ക ഗുണ്ടാ ലിസ്റ്റിലുള്ളവൻ. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ അഹങ്കാരം എന്റെ അടുത്ത് വില പോകില്ല, സൂക്ഷിച്ചോ. നിയമത്തിന്റെ മുന്നിൽ നീയൊക്കെ എന്നും അക്യൂസ്ഡാ. നിന്നെ പോലെ അഹങ്കാരികളായ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം. ഇതിനു മുൻപ് നിങ്ങൾ എന്തായിരുന്നെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഇനി മുതൽ എല്ലാം എന്റെ കൺട്രോളിലായിരിക്കും. അങ്ങനെ അല്ലാത്ത പക്ഷം നിന്നെയൊക്കെ പൊക്കിയെടുത്ത് ചുരുട്ടിക്കൂട്ടി ജയിലിൽ കൊണ്ടിട്ട് വയർ നിറച്ച് ബിരിയാണി വാങ്ങി തരുമെന്ന് ഓർക്കണ്ട ഈ കാഞ്ചന. എന്റെ രീതി ആദ്യം വാർണിംഗ്. നന്നായാൽ വളരെ സന്തോഷം. അങ്ങനെ നിങ്ങൾ നന്നാവില്ലെങ്കിൽ എൻകൗണ്ടർ. ചത്താലും വളരെ സന്തോഷം. ജീവിക്കണോ മരിക്കണോ തീരുമാനം നിങ്ങളുടെ കയ്യിൽ. തിങ്ക് ആൻഡ് ഡിസൈഡ്. നൗ യു ഓൾ കെൻ ഗോ. ഗോ. ഏയ് കാക്കി വസ്ത്രം ധരിച്ചവർക്ക് കടമയായിരിക്കണം ദൈവം, സ്റ്റേഷനായിരിക്കണം അമ്പലം, ജനങ്ങൾക്ക് ചെയ്യുന്ന സേവയായിരിക്കണം പൂജ. ലോ ആൻഡ് ഓർഡർ ആണ് പ്രസാദം എന്ന് കരുതുന്നവളാണ് ഞാൻ. എന്റെ കൊലീഗ്സ് എല്ലാവരും എന്നെ പോലെ തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപ് വരെ നിങ്ങളെല്ലാരും എങ്ങനെയായിരുന്നെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഇനി മുതൽ എങ്ങനെയാവണമെന്ന് ഞാൻ പറയും. അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. ഈ ക്രിമിനൽസ് എല്ലാം എന്താ ഹാജരാവാത്തത്? അലക്സ്, സ്ലം മണി, ഇവർക്കൊക്കെ എന്ത് പറ്റി? അത് പിന്നെ ഇപ്പൊ അവരെവിടെ ഉണ്ടാവാ? അതെ, ഇവിടെ സ്ലം മണിയുടെ വീട് ഏതാണ്? മാഡം, ഈ കോളനിയിലുള്ളവരെല്ലാം ഇങ്ങനെയാ. പോലീസുകാരെ കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല. ഗോ ആൻഡ് സെർച്ച്. ഡോ, അലക്സ്, സ്ലം മണി, ഇവരുടെയൊക്കെ വീട് എവിടെയാ? നിന്നോടാ ചോദിക്കുന്നത്. എവിടെയാ അലക്സിന്റെയും സ്ലം മണിയുടെയും വീട്? പറയുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് നിന്റെ മുഖത്തൊരു പുച്ഛം? സ്ലം മണിയുടെ അലക്സിന്റെ വീട് എവിടെയാന്നല്ലേ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാനടി മണി, സ്ലം മണി. നിനക്ക് എന്തോന്നാ വേണ്ടേ? നീ താനെ വന്ന് ജീപ്പിൽ കയറാണെങ്കിൽ സേഫ്. ഞാൻ അങ്ങോട്ട് വന്നാ നിന്റെ ഷേപ്പ് ഉണ്ടാവില്ല. എങ്ങനെ, നീ വരുന്നോ അതോ ഞാൻ വരണോ? എടി പോലീസേ, നിന്നെ പോലത്തെ ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ നീ ചെരക്കാൻ വന്നതാണ്. ചെരച്ചു നോക്ക്, എല്ലാത്തിനെയും കൊത്തിയെരിഞ്ഞ് തള്ളും ഞാൻ. എന്റെ അടുത്തോട്ട് അങ്ങനെ വന്നാ ചെതറിപ്പോവും. കൊള്ളാലോ. സാധാരണ ആക്ഷൻ എടുക്കുന്നതിന്റെ മുന്നേ വാൺ ചെയ്യുന്നത് എന്റെ ശീലമാണ്. എണീറ്റ് വാടാ. നീ ആരോടെ സംസാരിക്കുന്നറിയോ? ഞാനാടി സ്ലം മണി. മതി, പോയി ജീപ്പിൽ കയറും. എന്തോന്ന്? ഞാനാ പോലീസ് ജീപ്പിലാ. എടി പെങ്കൊച്ചേ,
നിന്നെ പോലുള്ള ഒരുപാടെണ്ണത്തിനെ ഞാൻ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. അന്ന് പോലും ഞാൻ പോലീസ് ജീപ്പിൽ കയറിയിട്ടില്ല. എന്നോട് പറയാ പോലീസ് ജീപ്പിൽ കയറാൻ. പോയി ജീപ്പിൽ കയറ്. കേറിയില്ലെങ്കിൽ നീ എന്തോന്ന് ചെയ്യൂടി? കേരളത്തിന്റെ ജീപ്പിലേക്ക്. എടി കൊച്ചേ, നിനക്ക് ജീവനോടെ വീട്ടിലെത്തണമെന്ന് ആഗ്രഹമില്ലടി? എന്താണ് ഇവിടെ കിടന്ന് ചെലക്കുന്നേ? അൽത്താഫ്, ആ ദൈവം ജീവൻ തരും. അൽത്താഫ് എന്ന ഈ ദൈവം ജീവൻ എടുക്കും. മാറ് കാക്കിയുടെ മണവേ എനിക്ക് ഇഷ്ടമല്ല. അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ നീ തന്നെ വന്നു അല്ലേ? എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന്റെ മുൻപ് നീ തന്നെ പോയി ജീപ്പിൽ കയറ്. മര്യാദക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് എല്ലാവരും ചേർന്ന് നിന്നെ ബലാത്സംഗം ചെയ്ത് മാഡം, ഇവ മരിച്ചു. ഇവനും ചത്തുപോയി മാഡം. തീവ്രവാദികൾ മരിച്ചാൽ നാട് രക്ഷപ്പെടും, ഗുണ്ടകൾ മരിച്ചാൽ സമൂഹവും. ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? അതേ സാക്ഷി, അതേ ലോയേഴ്സ്, അതേ കോടതി. ഇവരെ മോചിപ്പിക്കും. വീണ്ടും ഇവിടെ വന്ന അക്രമങ്ങൾ തുടങ്ങും. അതേ പോലീസ്, അതേ കോടതി ഇവരെ രക്ഷപ്പെടുത്തും. ഇവന്മാരെ കൈയോടെ കൊന്നു കളയണം.
നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇപ്പോഴല്ലേ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തുള്ളൂ, അപ്പോഴേക്ക് 2 എൻകൗണ്ടറോ? നീ എന്താ പോലീസ് ഓഫീസറാണോ അതോ പ്രൊഫഷണൽ കില്ലറോ? സോറി സർ, ഞാൻ കൊന്നത് നാടിനു വേണ്ടി പോരാടിയ പോരാളികളെയല്ല, ഗുണ്ടായിസം നടത്തുന്ന ക്രിമിനൽസിനെയാണ്.